ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. സോ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കർണാടകയിലെ കൂർഗ് ജില്ലയിലുള്ള ഇരിപ്പു വാട്ടർഫോൾസിലാണ്. അപ്പം നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ കയറി. ടിക്കറ്റ് ഇവിടെ ഒരാൾക്ക് വരുന്നത് 75 രൂപയാണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ അത് 100 രൂപ വരും. ഈ ടിക്കറ്റ് കൗണ്ടറിന് അപ്പുറത്തായിട്ട് ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. രാമേശ്വര ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. ആക്ച്വലി ഈ ഒരു വെള്ളച്ചാട്ടത്തിന് നമ്മുടെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയാനുണ്ട്. അതായത് പണ്ട് ശ്രീരാമൻ്റെ സഹോദരനായ ലക്ഷ്മണൻ രാമന് വെള്ളം കൊണ്ടുവരാനായി ഒരു പാറയിൽ അമ്പ ചെയ്തെന്നും അവിടെ നിന്നും ഉത്ഭവിച്ചതാണ് ഈ വെള്ളച്ചാട്ടം എന്നാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് ഒരുപാട് തീർത്ഥാടകരൊക്കെ ഇവിടെ എത്തുന്നു എന്നും പറയുന്നുണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി ആ ബ്രഹ്മഗിരി മലനിരകളിലെ നല്ല വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നടന്നപ്പോഴത്തേനും വലതുവശത്തായിട്ട് നമുക്ക് നല്ലൊരു അരുവി കണ്ടു. അപ്പം നമ്മൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു ഭംഗിയുള്ള അരുവിയായിരുന്നു കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നൊരു അരുവിയാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നടന്നു. ഏകദേശം 1 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എൻട്രൻസിൽ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാൻ. പക്ഷേ ആ ഫോറസ്റ്റിൽ കൂടെയുള്ള നടപ്പ് അടിപൊളിയായിരുന്നു, മടുപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വിഷയമല്ലായിരുന്നു. നമ്മൾ പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. കുറച്ചൊക്കെ ചെന്നപ്പോഴത്തേനും നമ്മുടെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ബോർഡ് കണ്ടു. ആക്ച്വലി ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ കുറേ സ്റ്റെപ്പൊക്കെ കേട്ടോ. ഇത്ര നേരം നിരപ്പായിരുന്നെങ്കിൽ പിന്നെ കുറേ സ്റ്റെപ്പും കയറ്റമൊക്കെ ആയിരുന്നു. അത് കുറച്ച് മടുപ്പില്ല, നമുക്ക് വെയിലായിട്ടുള്ള ചെറിയ ചൂടുള്ള. അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫസ്റ്റ് വ്യൂ കണ്ടു കേട്ടോ. ഒരു വലിയ വെള്ളച്ചാട്ടമാണ്, ദൂരേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് ഈ കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ആക്ച്വലി ഇവിടെ ആൾക്കാർ ഒരുപാട് വന്ന് കുളിക്കുന്നൊക്കെയാണ്. പക്ഷേ എനിക്കറിയില്ല, ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം നിലവിലൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് ഡേഞ്ചർ അല്ലാത്ത വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളം വേണ്ട, കുളിക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും. ഒരുപാട് പേര് കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയാണ്. അത്ര ദൂരെ നിന്ന് വെള്ളച്ചാടി വരുന്ന ആ ഒരു വ്യൂവിൽ കാണാൻ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു തന്നെ. പക്ഷേ ഇപ്പോഴും മോശമൊന്നുമില്ല, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ നടന്ന ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. അത്യാവശ്യം വെള്ളം കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഡേഞ്ചറൊന്നും അല്ലാന്ന് തോന്നുന്നു. ഇവിടെ ആക്ച്വലി സെക്യൂരിറ്റി ഗാർഡ്സിനെ ഒന്നും കണ്ടില്ല കേട്ടോ. മേ ബി അത് വെള്ളം കുറവായതുകൊണ്ടും ഡേഞ്ചർ അല്ലാത്തതുകൊണ്ടും ആവാം. പക്ഷേ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാനൊക്കെ ചേഞ്ചിങ് റൂംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി തിരിച്ചു പോകാനായിട്ട് നമുക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ബൈ.